കഴിഞ്ഞിപ്പം ഈ പൊട്ടിക്കാന്നാ പറയാ നിങ്ങൾ, നമ്മളെല്ലാം ഇവിടെ താലോലി എന്നാ പറയാ. കണ്ട ഈ ഒരു വിത്ത് നടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ പോകുന്നത്. കണ്ട ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ തോലാണ്, ഇനി പമ്പായത്തിൻ്റെ തോലാണ് ഞാൻ എടുത്തിട്ട്. കരിയിലൊന്നുമില്ല, കരിയിലും മഴയിലുകൊണ്ട് എവിടെയും പുറത്ത് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കരിയിലൊന്നും എടുത്തിട്ടില്ല. ഇതിനകത്ത് ഞാൻ ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ ഇത് കണ്ടില്ല, ഇതേപോലെ ഈ ബാഗിൻ്റെ അകത്ത് ഞാൻ ഈ ചകിരി തൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നു. ചകിരിത്തോണ്ട് അടിയിൽ വെക്കുന്നത്, അല്ലഞ്ഞാൽ വെള്ളം വാർന്നു പോകില്ല. അതുകൊണ്ടാണ് ഈ ചകിരിത്തോണ്ട് വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് വെള്ളം കണ്ണടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇരിപ്പ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിത് കണ്ടില്ല, ഇതേപോലെ ഇത് വാരി നിറക്കട്ടെ. ഇത് കരിയിലില്ല, കരിയില വേണമായിരുന്നു, പക്ഷെ കരിയിലില്ല, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നിറക്കട്ടെ. ഇല്ല ഇതേപോലെ ഇതിൻ്റെ അകത്ത് വാരി നിറച്ചിട്ട് ഇതിപ്പം നടാനാണ്, നീരാത്ത് നടാനാണ് ഇപ്പം പോകും. ഇത് നല്ല തോലായത്, ഇത് അസ്സല് തോലാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇന്നിപ്പം നടുന്നത്. സീമക്കൊന്നിയൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ, എനിക്കിപ്പോൾ അതിനൊന്നും പോകാൻ. സീമക്കൊന്നും ഇല്ല, സീമക്കൊന്ന് എടുക്കടിക്ക് ചെറിയത് അത്ര, ഒരാഴ്ച കൂടി കഴിഞ്ഞാലേ നല്ലപോലെ വളരൂല, അല്ലെങ്കിൽ ചെറിയതായിപ്പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇപ്പം നടുന്നത്. ഇത് മാത്രം എടുക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ഈ പോട്ടി മിശ്രിതം മാത്രമാണ്. ഇതിൽ കുറച്ച് ചാരം എടുത്തതില്ല, ചാരവും ഇല്ല. അപ്പോൾ ഇതിപ്പോൾ ഈ ലേശം വേപ്പും പിണ്ണാക്ക് മാത്രമേ ഇടുന്നില്ലൂ. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് വേപ്പും പിണ്ണാക്ക് മാത്രം ഇടുന്നില്ലൂ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, ഇതേപോലെ നല്ലപോലെ ഇളക്കിയിട്ട് നടാനാണ് പോകുന്നത്. ഉണ്ടാ ഇതുപോലെ ഇതിനകത്ത് വാരി ഇടട്ടെ. ഇതേപോലെ ഇത് ഭാര്യ നിറച്ചിട്ട് ഉണ്ടല്ലേ, ഇതേപോലെ കുത്തി നിറക്കുക. നമുക്ക് ഇനി ബാക്കി ഭാഗം നട്ട് പൊടിക്കട്ടെ. പൊടിച്ചിട്ടാകുമ്പോൾ നമുക്ക് എല്ലാ വളങ്ങളും കൊടുക്കാം. കരിയിലായാലും ഇതിൻ്റെ മേലെ മഴക്കൊന്നും വെക്കുന്നില്ല, ഇത് ഇവിടെ തന്നെ വെച്ച് പൊടിപ്പിക്കുവേന്. പൊടിപ്പിച്ചിട്ട് വയ്യ വേണ്ടിക്ക് മാറ്റി നടാം. തൽക്കാലം പൊടിക്കട്ടെ, അതാണ് ഞാൻ എൻ്റെ ഇതുള്ളൂ. ഇത് പൊടിച്ച് കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് മഴക്ക് വെക്കണ്ടെങ്കിൽ കുറച്ച് വലിയ തൈയായാലും മാത്രമേ മഴക്ക് വെച്ചാൽ നന്നാവുള്ളൂ, അല്ലെങ്കിൽ തൈ മോശമായി പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ നടാനാക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നമ്മളെല്ലാം പൊട്ടിക്കാന്ന് നടേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഇനി മഴ ലേശം അങ്ങോട്ട് പോയിക്കോട്ടെ, എന്നാൽ എന്താണെന്ന് വെച്ചാൽ പോയിപ്പോലെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് കുറേ വൈകിട്ട് നടുന്നത്. കണ്ടില്ലേ, ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആയി മഴ ഈ മാസം കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറി നടേണ്ട സമയമാണ്. ശീതകാല പച്ചക്കറി നടേണ്ട സമയം ചിങ്ങമാസം 1-ാം തീയതി മുതൽ നടാൻ പറ്റും. അതിപ്പോൾ ഞാനിപ്പോൾ ഇത് തൽക്കാലം എന്താ വെച്ചാൽ ഇത് പൊടിക്കട്ടെ. പൊടിച്ചിട്ടാൻ വേണ്ടിക്ക് നമുക്ക് തൈ അതിലേക്ക് ആക്കി വെക്കുമ്പോൾ ആക്കിയിട്ട് നടിക്ക് അങ്ങനെ നടാൻ പറ്റുമോ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കണ്ടാ, ഇപ്പോൾ ഇത്തിരി ഉള്ളു കുരു. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് നട്ടേ, ഓരോന്നാകുന്നതിനാ നടാം, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. കണ്ടില്ലേ, ഇതേപോലെ ഇതിലിപ്പോൾ ആകെ 10 കുരുവാണ് ഉള്ളത്. 3 കുരുവാണ് നടുന്നത് കേട്ടോ. 3 കുരുവേ നടാനുള്ളൂ. ഒന്നിവിടെ നട്ടു, ഒന്നിവിടെ നട്ടു, ഒന്നിവിടെ നട്ടു. 3 കുരു, 3 കുരുവേ ഉള്ളൂ. ഇത് കണ്ട, ഇതേപോലെ ഇത് ഞാനിപ്പോൾ ഇവിടെ നട്ട് വെച്ചു. കണ്ടില്ലേ, ഇതേപോലെ ഞാനിവിടെ ഇപ്പം നട്ട് വെച്ചു. ഇനിയിപ്പോൾ ഇതിനകത്ത് എടുത്ത് വെക്കട്ടെ. ഇതേപോലെ തന്നെ ചകിരി എടുത്ത് വെച്ചു. ചകിരി വെക്കാഞ്ഞാൽ ഇത് തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടിയെങ്കിൽ അതാ നല്ലത്. അപ്പം അതിന് പേര് പറയാൻ മറന്നുപോയി ഞാൻ. ഇത് കണ്ടില്ലേ, ഇതേപോലെ എടുത്ത് വെച്ചു. കണ്ടല്ലോ, ഈ ചകിരി ഇങ്ങനെ ഈ കുച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം അടിഞ്ഞ് വളമായിട്ട് വരും. അതാണ് ഈ കുച്ചി വെച്ചാൽ നഷ്ടമൊന്നും നമുക്ക് വരുന്നില്ല, ഇതൊന്നും പോകില്ല. ഇതെല്ലാം ദ്രവിച്ച് വൈകിയത് നമുക്കത് പിന്നെ ഇതായിട്ട് വരും, വളമായിട്ട് തന്നെ വരും. അതുകൊണ്ട് ഈ കുച്ചി വെച്ചാൽ നല്ലതാണ്, അവിടെ അമിഞ്ഞു പോയിക്കോളൂ. അല്ലെങ്കിൽ നമ്മളത് ചകരിച്ചോറ് ഉണ്ടാക്കുമ്പോൾ തച്ചിട്ടെല്ലാം ആക്കണം. അതൊന്നും വേണ്ട, ഇതവിടെ നിന്നോളും. കുറേ കഴിയുമ്പോൾ അത് വളമായിട്ട് വരും. മഴയെല്ലാം കഴിയുമ്പോഴേക്ക് അത് ദ്രവിച്ച് വളമായിട്ട് വരും. ഉണ്ടല്ലേ, ഇതേപോലെ ഉണ്ടല്ലോ, ഇതേപോലെ നിറക്കുക. എന്നിട്ട് നമുക്ക് കുത്തി നിറച്ച് നടുക. എല്ലാവരും ഇതേപോലെ കൃഷി എല്ലാവരും ഒരു 30 ഇത് വെച്ചിട്ട് ഓരോരാൾ ഒരു 5 തൈ വെച്ചിട്ട് നട്ട് ശീലിച്ച് പോയെങ്കിൽ പിന്നെ നിങ്ങൾ
പിന്നെ നടാണ്ടിരിക്കൂല. പിന്നെ നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ഒരു പ്രാവശ്യം നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നടാൻ ഭയങ്കര താല്പര്യം ഉണ്ടാവും. നിങ്ങൾക്കിത് മടി വരുന്നത് കൊണ്ടാണ് പിന്നെ നടാൻ പറ്റാത്തത്. ഒരു മടിയും വരണ്ട, മടിക്കാണ്ട് നിങ്ങൾ എല്ലാവരും നട്ടു നോക്ക്. നല്ല അടിപൊളി കൃഷിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനും പറ്റും. ആദ്യം ചെയ്യുമ്പോൾ നല്ല പോലെ കൃത്യമായിട്ട് നമുക്കതൊരു ഉത്സാഹം കാണും. ചെയ്ത് അതിന് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, വെറുതെ അല്ല, ഇങ്ങനെ വരുമ്പം അവർക്ക് നല്ലൊരു ഉത്സാഹം ഉണ്ടാവും. കൃഷി ഇങ്ങനെ ഓരോന്ന് നട്ട് കഴിഞ്ഞ് പൊടിച്ച് വരുന്ന അതിൻ്റെ തല നീണ്ട് വരുമ്പോൾ നമുക്കത് കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ അന്നേരം നമുക്ക് അതിനോട് താല്പര്യം കൂടുതലുണ്ടാവും. അതാണ് നമ്മൾ ഈ കൃഷീൻ്റെ ഇത് കണ്ട. അതേപോലെ ഇത് നട്ടു. ഇനി ഇതിൻ്റെ അകത്ത് ഞാനിത് വാരിയിട്ടേ. മഴയായതുകൊണ്ട് ഒന്നിനും ചപ്പിനും ഒന്നും പോകാൻ പറ്റില്ല. ഇന്ന് ഒരേ മഴയായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നടുന്നത്. പൊടിച്ചിട്ടാകുമ്പോൾ മാറ്റി നടാം. എന്നാലുണ്ടല്ലോ അന്നേരം നമുക്ക് അതിൻ്റെ കയ്യിൽ നട്ടു കൊടുക്കാമല്ലോ. അതാണ് പൊടിച്ച് തൈ വളർന്നാലേ നമുക്ക് ഈ തൈയെല്ലാം കൂടി മാറ്റി നടാം ഓരോന്നിലായിട്ട്. എന്നാലുണ്ടല്ലോ അന്നേരം നല്ല ഉഷാറായിട്ട് വളർന്നോളും. ഇപ്പം ഇതിങ്ങനെ ഇട്ടാലേ പൊടിക്കട്ട് തൈ മാറ്റാം. അന്നേരം ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്ക് നമുക്ക് പറിച്ച് നട്ടാൽ മതി. അപ്പോൾ ചിങ്ങമാസം ആവുകയും ചെയ്തു. ചിങ്ങമാസം ആണെങ്കിൽ നമുക്ക് പച്ചക്കറി നടേണ്ട സമയമായി. ചിങ്ങമാസം ചിങ്ങം 1 നമുക്ക് ചിങ്ങം 1 കർക്കിടക മാസം അല്ല, ചിങ്ങം 1 നമുക്ക് കൃഷി നടാൻ പറ്റും. ഇത് പച്ചക്കറി കൃഷി ചിങ്ങം 1 നടാൻ പറ്റും. നല്ല സമയമാണ് അന്നേരം. നല്ല ഉഷാറാവുകയും ചെയ്യും ഇനീൻ്റെ ഈ കൃഷിക്ക്. ഉണ്ടല്ലേ, ഇതേപോലെ ഞാൻ ഇതും കൂടി നട്ടേ. ഇങ്ങനെ നട്ടു. ഇത് 4 എണ്ണം നടുന്നുണ്ട് കേട്ടോ. ഇത് പറിച്ച് വലുതാകട്ടെ. നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് തൈ എല്ലാം പൊടിച്ച് വരുന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് പൊടിച്ച് വരുന്നത് നന്നായിട്ട് ഇതിൻ്റെ പറിച്ച് നടാം. ഇനിയിപ്പോൾ ഒരു തൈയും കൂടി നടാനുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി നട്ടേ. 3 എണ്ണം നട്ടു. 3 എണ്ണത്തിൽ പീച്ചിങ്ങാന്ന് പറയും. നിങ്ങളെല്ലാം പീച്ചിങ്ങാന്നാ പറയാ. ഞങ്ങൾ പറയുന്നത് ഇനി താലോലിയാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരുന്ന എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ എല്ലാവരും ഹൈപ്പ് അടിക്കുക, ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.